ക്വസ്റ്റ്യൻ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്ന ജീവി ആമ. ആമ, വെരി ഗുഡ്. ഈ ആമ ഇങ്ങനെ മറി പോയാലോ? മറിയാമ. ദൈവമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്നത് മീൻ പിടിക്കുമ്പോഴാണ്. അതെ അതെ. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? അണ്ടർവെയർ ഇടുമ്പോൾ. ശരിയാണല്ല ദൈവമേ, കറക്റ്റ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കുപ്പിപ്പാലാണോ മുലപ്പാലാണോ ഏറ്റവും നല്ലത്? മുലപ്പാൽ. അതെന്താ? തട്ടിമറിഞ്ഞു പോവില്ല, പൂച്ച കട്ട് കുടിക്കുകയില്ല. ഓക്കെ, അതും ശരി അതും ശരി. ഓക്കെ, എങ്കിലും ഒരു ചോദ്യം ചോദിക്കട്ടെ. മനുഷ്യന് കണ്ണുകൊണ്ട് കാണാം, മൂക്കുകൊണ്ട് മണക്കാം, ചെവി കൊണ്ട് കേൾക്കാം, നാക്കുകൊണ്ട് രുചിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മനുഷ്യന് ഈ പൊക്കിള് കൊണ്ടുള്ള ഉപയോഗം? പേപ്പട്ടി അടിച്ച കുത്തുവെക്കാം. കറക്റ്റ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈയിൽ തുടങ്ങുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് പറയുക. വയ്യിൽ തുടങ്ങുന്ന ഇംഗ്ലീഷ് വാക്ക് വൈക്കോൽ. കറക്റ്റ് കറക്റ്റ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മനുഷ്യൻ എപ്പോഴാണ് മൂഡ് ഔട്ട് ആവുന്നത്? ഈ വീതി കുറഞ്ഞ ബെഞ്ചിലൊക്കെ ഇരിക്കും മനുഷ്യന്റെ മൂഡ് ഔട്ടാകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. AIDS, എയ്ഡ്സിന്റെ ഫുൾ ഫോം പറയുക. അമേരിക്ക ഇന്ത്യക്ക് ദാനം തന്ന സാധനം. കറക്റ്റ്, അത് കറക്റ്റ് ആണ്. കറക്റ്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ വാർത്തകളിൽ, അതായത് പേപ്പറിലും ടി വിയിലൂടെയൊക്കെ നമ്മൾ ധാരാളം വായിച്ചതാണ്. അമേരിക്ക ഒരു പട്ടിയെ ബഹിരാകാശത്തിലേക്ക് കയറ്റി വിട്ടു, പൊക്കി വിട്ടു. ഇതിൽ നിന്നും താൻ എന്തും മനസ്സിലാക്കുന്നു? പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും മുകളിലെത്താമെന്ന് മനസ്സിലായി. കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് കടക്കാം. ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങളാണ്. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? റെഡിയാണ്. മഹാത്മാഗാന്ധി ആരാണെന്നറിയോ? അറിയില്ല. അറിയില്ല. മഹാത്മാഗാന്ധിനെ അറിയില്ലേ? ഇല്ല. ഇവിടെ താൻ ഇന്ത്യയിൽ ജനിച്ച ആളല്ലേ? അതെ. മഹാത്മാഗാന്ധിനെ എനിക്ക് അറിയില്ലേ? ഇല്ല. അറിയില്ല. ഇല്ലാന്നേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ അറിയോ? ഇതാരത്? ഇവിടെ താനൊരു ഇന്ത്യൻ പൗരനല്ലേ? അതെ. ജവഹർലാൽ നെഹ്റുവിനെ അറിയില്ലേ? ഇല്ല. ഓക്കെ, ഇന്ദിരാഗാന്ധിയെ അറിയുമല്ലോ? ഇല്ല. എനിക്കറിയാൻ പാടില്ല. ഇന്ദിരാഗാന്ധിനെ അറിയില്ലേ? ഇല്ല. അറ്റ്ലീസ്റ്റ് രാജീവ് ഗാന്ധിനെങ്കിലും എനിക്കറിയോ? എനിക്കറിയില്ല. അല്ലെ ഞാൻ ചോദിക്കട്ടെ, സാറിന് ബാബുവിനെ അറിയോ? ഇല്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്ന കുഞ്ഞപ്പനെ അറിയോ? എനിക്കറിയാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് അനിമോനെങ്കിലും അറിയോ? എനിക്ക് ഇവരൊന്നും അറിയില്ല. ഇതാ പറഞ്ഞേ. സാറിന്റെ കൂട്ടുകാരെ എനിക്കും അറിയാൻ പാടില്ല, എന്റെ കൂട്ടുകാരെ സാറിനും അറിയാൻ പാടില്ല. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അല്ല, നീ കേറി വന്ന കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ല, നിനക്കൊരു വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല. സാർ അത് പറയരുത്. വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല എന്നും പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കണ്ട. നല്ല വിദ്യാഭ്യാസം ഉള്ളവൻ തന്നെ ഞാൻ. എത്ര വരെ പഠിച്ചത്? MA. BA. 8. എന്തിനാടോ? 7. എന്തിനാണ്? 5. 5 പോയിട്ടില്ലടോ. അങ്ങനെ പറ. അല്ലാതെ പക്ഷെ എന്റെ ഒരു സാധനം ഉണ്ട്. എന്താ? സപ്പറേറ്റ് ടിക്കറ്റ്. സപ്പറേറ്റ് ടിക്കറ്റ്. എടോ അങ്ങനെയല്ല, കറക്റ്റ് സ്ഫുടമായിട്ട് പറ. ഇതുപോലെ പറ. സപ്പറേറ്റ് ടിക്കറ്റ്. എടോ ഇതുപോലെ പറയടോ. ഞാൻ പറഞ്ഞുതരാം, അതുപോലെ പറ. സപ്പറേറ്റ് ടിക്കറ്റ്. എടോ ഞാൻ പറയട്ടെ, എന്നിട്ട് പറ. സപ്പറേറ്റ് ടിക്കറ്റ്. സർട്ടിഫിക്കറ്റ്. അങ്ങനെ തെളിച്ചു. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങള് ഇനിയിപ്പോ എന്താ സാർ ചോദിക്കണ്ട. സാറ് വലിയ വിവരമുണ്ട്, വലിയ ആളാന്ന് പറഞ്ഞ് ഇങ്ങനെ എന്റെ അടുത്ത് നിന്ന് ഞെളിയണ്ടല്ലോ. ഞാൻ സാറിനോട് നിസ്സാര ഒരു ചോദ്യം ചോദിക്കാം. എന്റെ അടുത്ത് താൻ ചോദിക്കാം. സാറ് വലിയ ആളാണല്ലോ. ഞാൻ ഒരു നിസ്സാര ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക. ഞാൻ ചോദിക്കുന്ന ഏത് ചോദ്യത്തിന് ഞാൻ മണി പോലെ ഉത്തരം പറയും. ഓക്കെ. എന്നാൽ ഈ കാക്കയുടെ നമ്പർ 2 എന്ത് പറയും? എങ്ങനെ? കാക്കയുടെ നമ്പർ 2 നമ്മൾ എന്ത് പറയും? എടാ വൃത്തികെട്ടവനെ, വിവരമില്ലാത്തവനെ, ഒരു സ്റ്റാൻഡേർഡ് വേണ്ടടാ നിനക്ക്. ഇത്ര ഇരിക്കുന്ന VIP സദസ്സിരിക്കുമ്പോൾ ഇവിടെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ നീ ചോദിക്കണേ? അല്ല, ഇത്ര മാന്യന്മാരുടെ മുമ്പിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണോ ഈ ചോദിക്കണേ? ഞാൻ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യം തന്നെ ചോദിച്ചു. അത് ഏത് മാന്യനും VIP പറയാവുന്ന കേസാണ്. എങ്ങനെ? ചോദ്യം എന്തായിരുന്നു? കാക്കയുടെ നമ്പർ 2 എന്ത് പറയും? കാട്ടം. ഓക്കെ. എങ്കിൽ പൂച്ചയുടെ നമ്പർ 2 എന്ത് പറയും? പൂച്ച കാട്ടം. എങ്കിൽ പട്ടിയുടെ നമ്പർ 2 എന്ത് പറയും? പട്ടിക്കാട്ടം. എങ്കിൽ എരുമയുടെ നമ്പർ 2 എന്ത് പറയും? ചാണകം. ഓക്കെ. എങ്കിൽ ഉഗാണ്ടയുടെ പ്രസിഡന്റിന്റെ അനിയന്റെ പേരെന്താണ്? എങ്ങനെ? ഉഗാണ്ടയുടെ പ്രസിഡന്റിന്റെ അനിയന്റെ പേര് എന്താണ്? അറിയില്ല. ഇതാ പറയണത്. ലോകത്തുള്ള സകലമാന കാട്ടത്തിൻ്റെയും പേര് പഠിച്ചു വെച്ചേക്കുക. ഒരു നല്ല കാര്യം ചോദിച്ചപ്പോൾ അതറിയാൻ പാടില്ല. VIP എന്തിനിങ്ങനെ ജീവിക്കുന്നു? അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് എന്തിനിങ്ങനെ ജീവിക്കുന്നു? മാന്യനാന്ന് പറഞ്ഞ് ഇൻ ചെയ്ത് പാൻറ് ഇട്ടുകൊണ്ടൊന്നും കാര്യമില്ല. പറയേണ്ട കാര്യം. നമുക്കൊരു കോംപ്രമൈസിൽ പോകാം.